വീണ്ടും സെൻസർ ബോർഡിന്റെ കടുംവെട്ട്. പ്രൈവറ്റ് എന്ന സിനിമയ്ക്ക് വിചിത്ര നിബന്ധനയുമായി സെൻസർ ബോർഡ്. ചിത്രത്തിൽ നിന്നും പൗരത്വ ബിൽ എന്ന് പറയുന്ന ഭാഗവും രാമരാജ്യം, ബീഹാർ എന്നീ വാക്കുകളും ഒഴിവാക്കി. തീവ്ര ഇടതാശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സെൻസർ ബോർഡിന്റെ വെട്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സെൻസർ ബോർഡ് ഈ ഒരു കലാരംഗത്ത് സിനിമാ മേഖലയിൽ കൈവെക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രൈവറ്റ് എന്ന സിനിമയ്ക്കാണ് ഇത്തരത്തിലൊരു കടും വെട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന വാദം ഉയർത്തി ഈ രാമരാജ്യം, അതേപോലെ തന്നെ പൗരത്വ ബില്ല്, ബീഹാർ തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. മറ്റെന്തൊക്കെ നിബന്ധനകളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അതായത് നവാഗത സംവിധായകനായ ദീപക് പിയോൺ സംവിധാനം ചെയ്ത ഇന്ദ്രൻസ്, മീനാക്ഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന ഒരു ചലച്ചിത്രമാണിത്, പ്രൈവറ്റ് എന്ന് പറയുന്നത്. അതിൽ ഓഗസ്റ്റ് 1 റിലീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ സെൻസർ ബോർഡിന് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയപ്പോൾ കുറെ നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ആ നിബന്ധനകൾ നടപ്പാക്കിയാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിബന്ധനകളാണ് കൗതുകകരമായ കാര്യം. അതിൽ ഒരു നിബന്ധന എന്ന് പറയുന്നത് പൗരത്വ ബിൽ എന്ന വാക്ക് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഭാഗം തന്നെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പം എന്ന് പറയുന്നുണ്ട്, അത് മ്യൂട്ട് ചെയ്യണം. ബീഹാർ എന്ന വാക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സെൻസർ ബോർഡ് ഏതായാലും കടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 9 ഇടങ്ങളിൽ ഇത്തരത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ്. മുമ്പ് തന്നെ ഈ സെൻസർ ബോർഡിന് ഒരു അപേക്ഷ നൽകി. സെൻസർ തടഞ്ഞപ്പോ വീണ്ടും റിവൈസിംഗ് കമ്മിറ്റിക്ക് മുമ്പിലെത്തി. റിവൈസിംഗ് കമ്മിറ്റി വീണ്ടും സിനിമ കണ്ടു. അപ്പോഴാണ് ഈ പുതിയ 9 നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരത്വ ബിൽ എന്ന വാക്ക് പാടില്ല, രാമരാജ്യം എന്ന വാക്ക് പാടില്ല, ബീഹാർ എന്ന വാക്ക് പറ്റില്ല, RNS എന്നൊരു സംഘടനയുടെ പേര് പറയുന്നുണ്ട്. ആ സംഘടനയുടെ പേര് പറയുന്നത് മാസ്ക് ചെയ്യണം എന്നതാണ്, മ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൗരത്വ ബിൽ പറ്റില്ല. ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്ന ഭാഗം പറയുന്നുണ്ട്. സംഭവം ബീഹാർ പറയുന്നുണ്ട്. അപ്പൊ ആ സംഭവം നടന്ന സ്ഥലം ബീഹാറാണ് എന്ന് പറയാൻ പാടില്ല. ബീഹാർ എന്ന വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അത് പറ്റില്ല. രാമരാജ്യം എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അത് മ്യൂട്ട് ചെയ്യണം. മാത്രമല്ല, ഒരു സ്ഥലത്ത് പുസ്തകം എഴുതിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ ഗൗരി ലങ്കേഷിന്റെ ഒക്കെ കൊലപാതകവും ഒക്കെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടപ്പാക്കിയതൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നിടത്താണ് പുസ്തകം എഴുതിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവർ എന്ന് സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അത് ഒഴിവാക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സിനിമയുടെ എൻഡ് ടൈറ്റിലിൽ അവസാനം കുറച്ചു പേർക്ക് ആദരം അർപ്പിക്കുന്നുണ്ട്. അതിൽ ഗൗരി ലങ്കേഷ് ഉണ്ട്. ആ ഗൗരി ലങ്കേഷിന് ആദരം നൽകുന്ന ആ എൻഡ് ടൈറ്റിലിന്റെ ആ ഭാഗം കളയണം. അങ്ങനെ 9 തിരുത്തലുകൾ, 9 വെട്ടലുകൾ നിർബന്ധമായി നടത്തിയേ പറ്റൂ എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. ഏതായാലും അതിന് വഴങ്ങേണ്ടി വന്നു അണിയറ പ്രവർത്തകർക്ക്. അത് വെട്ടിമാറ്റി സിനിമ ഇന്നലെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച, അതായത് ഓഗസ്റ്റ് 1 തിയേറ്ററിൽ എത്തേണ്ടതായിരുന്നു. ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി അവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയ ഭാഗമാണ് ഇന്നലെ തിയേറ്ററിൽ എത്തിയത്. 2.46 സെക്കൻഡോളം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒക്കെയുള്ള കടുത്ത നിലപാട് കുറെ നാളുകളായി സെൻസർ ബോർഡ് തുടരുകയാണ്. സംഘപരിവാർ കേന്ദ്രങ്ങൾ നൽകുന്ന തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി സെൻസർ ബോർഡ് മാറിയെന്ന് അണിയറ പ്രവർത്തകരും ചലച്ചിത്ര മേഖലയിലുള്ളവരും കുറെ നാളുകളായി ആരോപിക്കുന്നതാണ്. ആ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത, ഈ പരാതി. ഏതായാലും അതിന് വഴങ്ങാൻ അതിന്റെ അണിയറ പ്രവർത്തകർ നിർബന്ധിതരായി. അങ്ങനെ സിനിമ റിലീസായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയുന്നത് പോലെ ഹാൽ എന്ന ഷൈൻ നിഗം ചിത്രത്തിന് ഇത്തരം കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് പെൻഡിങ്ങിലാണ്. അതിൽ പറഞ്ഞത് ഹൃദയപ്രണാമം, സംഘം കാവലുണ്ട്, രാഖി എന്നീ തുടങ്ങിയ കുറെ വാക്കുകൾ ഒഴിവാക്കണം, ബീഫ് കഴിക്കുന്ന രംഗം ഒഴിവാക്കണം തുടങ്ങി അത്തരം വിചിത്രമായ നിർദ്ദേശങ്ങളാണ് ഹാലിന്റെ കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ വിചിത്രമാണ് ഇപ്പോ ഈ സിനിമയുടെ കാര്യത്തിൽ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത്. ഏതായാലും അതിന് ഈ സിനിമയിൽ പ്രൈവറ്റിന്റെ കാര്യത്തിൽ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ വഴങ്ങി വെട്ടിമാറ്റിയിട്ടാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്.